ഗൈസ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ടു ചാർജസ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്. ഈക്വൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. Q1 ഉം Q2 സെയിം ആണ്. അതിനായിട്ട് ഡിസ്റ്റൻസ് R, exert a force F on each other if the charge are halved. എന്ന് വെച്ചാൽ Q/2 and distance between them are doubled. എന്ന് വെച്ചാൽ 2R. And then the new force acting on the each charge is എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Q ഇടാം, ഇവിടെയും Q, ഇവിടെ R. ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. F ഈക്വൽ ടു K/Q1 Q2 ബൈ R². നമുക്കറിയാലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം. F ഈക്വൽ ടു K/Q² ബൈ R² നമുക്ക് എഴുതാൻ പറ്റും. Qനെ ഹാഫ് ആക്കേണ്ടി വരും. അപ്പോൾ Q ഇങ്ങനെ ഇടാം, പിന്നെ ഇവിടെ R ഇടാം, 2R എന്ന് പറഞ്ഞു. പിന്നെ F ഡാഷ് എന്നിടാം നമുക്ക്. കാരണം അതിൽ ന്യൂ ഫോഴ്സ് ആക്ടിങ് എന്ന് പറഞ്ഞിട്ട് ന്യൂ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് K ഈക്വൽ ടു Q/2 സ്ക്വയർ ഈക്വൽ ടു അല്ല ഇൻറ്റു കേട്ടോ, പിന്നെ 2R സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Q/2 സ്ക്വയർ ഇടാം. അപ്പോൾ ഇത് 4 ഔട്ടോ, പിന്നെ 4R² എന്ന് കിട്ടി. ഈ ഫോറും വെട്ടിക്കളയരുത്, അങ്ങനത്തെ ഒരു മണ്ടത്തരം നമ്മൾ ചെയ്യരുത്. മുകളിലേക്ക് പോകുമ്പോൾ 16 1/16 KQ² ബൈ R². F ഡാഷ് ഈക്വൽ ടു പക്ഷേ ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇത് F ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വരാ? F. അപ്പോൾ F/16 നമുക്ക് ആൻസർ കിട്ടി. F ഡാഷ് ഈക്വൽ ടു F/16.